സ്നേഹിത, നമുക്ക് അവളെ ശരിക്കൊന്ന് വിസ്തരിക്കണം. അവളുടെ കണ്ണ് മുഴുവൻ ഒന്ന് വെളിച്ചത്താണ്. എന്നിട്ട് ഈ ലോകത്തോട് പ്രഖ്യാപിക്കണം. അതായത് ഈ പാലത്തിനോടും ഭാരതപ്പുഴയോടും അവളുടെ തൊലി ഉരിക്കണം. ചിത്രവധം ചെയ്യണം. അവളെ കൊല്ലണം. വേണ്ട 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 വേണ്ട, കൊല്ലണ്ട. എന്നിട്ട് നമുക്കൊരുമിച്ച് അവളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ മോർച്ചയും ഞാൻ ഈ ചാരായവും കഴിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ നദിയിലേക്ക് എടുത്തു ചാടി മരിക്കണം. ആ വഞ്ചകി അത് കാണട്ടെ. എന്നിട്ട് അവൾ നെഞ്ചുപട്ടി കരയട്ടെ. എന്താ അവിടെ ഞെത്തി? നിങ്ങളോ? അതേടി, ഞാൻ തന്നെ. നീ എന്തിനൂടെ വന്നു? നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ എന്തിനിവിടെ വന്നു? മരിക്കാൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതേടി, തീരുമാനിച്ചു. 3 തരം. നിങ്ങൾ പശ്ചാത്തപിക്കും? ഞാനല്ല, നീ പശ്ചാത്തപിക്കും. എന്തിന്? നീ ചെയ്ത കൊടും വഞ്ചനയ്ക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാ. അപ്പോൾ നിനക്കങ്ങനെ ഒരു കാമുകനില്ല അല്ലേ? ഇല്ല, എന്നാണ് നിങ്ങളാണ്, എന്റെ അച്ഛനാണ് സത്യം. നിങ്ങളല്ലാതെ സ്വപ്നത്തിൽ പോലും ഞാൻ മറ്റൊരു പുരുഷനെ ഓർത്തിട്ട് പോലുമില്ല. അപ്പോൾ ആ എഴുത്തുകളോ? അതൊന്നും സത്യമായിട്ട് എനിക്കുള്ളതല്ല. എന്റെ കൂട്ടുകാരിക്ക് വന്നതാ, സൂക്ഷിക്കാൻ എന്റെ കയ്യിൽ തന്നിരുന്നതാ. അപ്പോൾ അത് എഴുതിയത്? എങ്ങാണ്ടോ കിടന്നൊരു തെണ്ടി, അവളുടെ കാമുകൻ. അവൻ ചത്തെന്നാ തോന്നുന്നേ. ഓഹോ, എന്നാ നീ ഇതാ ഇതൊന്ന് വായിച്ചു. നീ പറഞ്ഞില്ലേ ആ തെണ്ടി അവന്റെ കയ്യിൽ നിന്ന്? ആ കാലൻ ചത്തില്ലേ? ഇല്ലടി, ചത്തില്ല, ചാകാനാ വന്നേ. അപ്പൊ പിശാച് മാർഗം കൂടി. നീ എന്നെ ആദ്യം കെട്ടിപ്പിടിച്ചത് ഇതേ സ്ഥാനത്ത് വെച്ചാണ്. ഈ ഇരുമ്പ് പാലവും ഇരമ്പിപ്പായുന്ന ഭാരതപ്പുഴയും ഒക്കെ അതിന് സാക്ഷികളായിരുന്നു. സ്നേഹിത, ഞങ്ങളുടെ ആരംഭവും ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ആ ആദ്യ താലികനം അതിലെ ഒരു സ്പെഷ്യലിസ്റ്റാ അലടി ശവമേ. അന്നും ആ മദ്ദളത്തിൽ വിരൽ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാനും അത് കേട്ടതാ. ഞാൻ കടഞ്ഞ മദ്ദളത്തിൽ, ഞാൻ പൊതിഞ്ഞ മദ്ദളത്തിൽ അവളുടെ അച്ഛൻ ശങ്കരമാരാരുടെ വിരൽ വീഴുന്ന ശബ്ദം. നിന്റെ വഞ്ചന മുഴുവൻ ഞങ്ങൾ അറിഞ്ഞു. കാമുകനും ഭർത്താവും. ഞങ്ങളിത് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ദേ ഇത് കണ്ടോ, വിഷമ. നിന്നെക്കാൾ നല്ല വിഷം. ഇത് ഞങ്ങൾ പപ്പാതി കുടിക്കും. നിങ്ങളുടെ ഔദാര്യത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു സ്നേഹിത. നിന്റെ വഞ്ചനയുടെ വിളംബരമായി ഈ കത്തുകളും കീശയിലിട്ടുകൊണ്ട് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് ആ കയത്തിലേക്ക് എടുത്തു ചാടും. വെറുതെ ചാടുകയല്ല, നിന്നെയും എടുത്തുകൊണ്ട് ചാടും. നിനക്കിനി രക്ഷയില്ല, യാതൊരു രക്ഷയുമില്ല. അയ്യോ, അവള് ചാടി. ഭയങ്കര ഒഴുക്ക. പാലത്തിൽ അടിച്ച് തകരും. അവള് മരിക്കും. ഇപ്പൊ അങ്ങാടിയിൽ എത്തിക്കാണും. ചിലപ്പോൾ മരിച്ചു തുടങ്ങിയിരിക്കും. അവളിപ്പോ ജീവിതത്തിന്റെ ചലച്ചിത്രം കാണുകയായിരിക്കും. കഷ്ടം. അപ്പോ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്കും ചാടാം. നമ്മളെന്തിനാ കാത്തു വയ്ക്കുന്നത്? ചാടണോ? പിന്നെ വേണം, തീർച്ചയായും വേണം. ഇനി ചാടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. അതെന്താ? നമ്മുടെ ഇരു കൂട്ടരുടെയും മരണ കാരണമായ അവൾ മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ മരിക്കുന്നത് അശാസ്ത്രീയമാണ്. പക്ഷേ അവൾ മരിച്ചില്ലെങ്കിലോ? നമ്മൾ അല്പം ക്ഷമിക്കും. ശരി, നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇത് കയ്യിലിരിക്കുന്ന സാധനം ഇതിനടുത്തും കടിക്കാം. ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു.